ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ അപ്പവും അതിന് കോമ്പിനേഷനായിട്ട് കർണാടക സ്റ്റൈലിലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമാണ് ഞാൻ കാണിക്കുന്നത്. ഈ അപ്പത്തിൻ്റെ മാവ് പൊളിക്കാനായിട്ട് നമ്മൾ ഈസ്റ്റ്, സോഡ, റവ, ഈനോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതിയിലാണ് ഈ അപ്പം നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് അപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പം റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിൽ അളവിന് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിന് 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരി. ഈ അരി നന്നായി 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമ്മൾ കുതിരാനായിട്ട് ഇടണം. മിനിമം 5 മണിക്കൂറെങ്കിലും ഈ അരി കുതിർന്നാലേ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂർ അരിനെ കുതിർത്തു നന്നായി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് ചോറ് അധികം വേണ്ട. ചോറ് അധികമായാൽ അപ്പത്തിനൊരു പുളി വരും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ മൈസൂർ പഴമാണ്. എൻ്റെ വല്യമ്മയൊക്കെ പണ്ടൊക്കെ അരി അരച്ച് വെക്കാൻ നേരത്ത് ഒരു മൈസൂർ പഴം കൂടെ ചേർത്ത് അരി അരച്ച് വെക്കുമായിരുന്നു. കള്ളപ്പം അതുപോലെ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുമ്പം പഴം ചേർത്ത് അരച്ചാൽ നല്ലൊരു ടേസ്റ്റും മാവ് നന്നായിട്ട് പുളിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാനിപ്പം ഒരു മൈസൂർ പഴം, അധികം വേണ്ട, ഒരേ ഒരു മൈസൂർ പഴവും 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മളിപ്പോൾ 1-2 ബാച്ചായിട്ടായിരിക്കുമല്ലോ അരയ്ക്കുന്നത്. അപ്പോൾ ആ തേങ്ങയൊക്കെ എല്ലാ ബാച്ചിലും മിക്സ് ആകാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്കിട്ട് നല്ല ഫൈനായിട്ട് അരയ്ക്കണം. അതൊന്ന് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പത്തിന് നമ്മൾ മാവ് അരയ്ക്കുമ്പം ഒട്ടും തരി ഉണ്ടാകാൻ പാടില്ല. നല്ല നൈസായിട്ട് തന്നെ അരി അരച്ചെടുക്കണം. ഇത് കണ്ടോ, ഞാനിപ്പം നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. അരച്ച മാവ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പം 2 ബാച്ചായിട്ടാണ് അരി അരച്ചത്. ആദ്യത്തെ ബാച്ച് അരച്ച് ഒരു സ്റ്റീലിൻ്റെ കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്റ്റീലിൻ്റെ കലത്തിന് പകരം മണ്ണിൻ്റെ കലം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മാവ് അരച്ച് വെക്കാൻ ബെസ്റ്റാണ് മണ്ണിൻ്റെ കലം. ഇപ്പം ഞാൻ മാവെല്ലാം 2 ബാച്ചും അരച്ച് ചേർത്തു. ഇനി മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം അധികമാകാൻ പാടില്ല. ഇനി നമ്മൾ മാവൊക്കെ അരച്ച് വെച്ച് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും ഉപ്പും മാവ് അരയ്ക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ പുളിച്ച് പൊങ്ങാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് മാറ്റി വെക്കാം. ഇനിയാണ് പ്രധാനമായിട്ട് നമ്മളൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഞാൻ ഇന്നലെ ഇഡ്ഡലിക്ക് മാവ് അരച്ചായിരുന്നു. മാവരച്ച് ആ മാവിൽ നിന്ന് 2 സ്പൂണ് പുളിച്ച മാവ് 2 സ്പൂൺ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം അപ്പം ഉണ്ടാക്കാൻ നേരത്ത് ഇതിൽ നിന്ന് 1 സ്പൂണ് മാവ് കൂടെ നമ്മൾ ഈ മാവിലേക്ക്, ഇന്ന് അരച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കണം. പണ്ട് കാലം തൊട്ടേ ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടിപ്പാണിത്. ഡെയിലി ഇഡ്ഡലി ദോശ ഉണ്ടാക്കുന്നവർ അരച്ച് വെച്ചിരിക്കുന്ന ആ കലത്തിൽ തന്നെ മാവ് ഇന്നും അരച്ച് ചേർത്ത് വെക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ 1-2 സ്പൂണ് മാവ് എടുത്ത് വെച്ചിട്ട് ആ മാവ്, പുളിച്ച മാവ് ഈ മാവിലേക്ക്, ഫ്രഷായിട്ട് അരച്ച മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങും. നമ്മൾ ഈസ്റ്റോ സോഡ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഒരു 5 മിനിറ്റ് നമ്മൾ കൈവിടാതെ ഇതുപോലെ നന്നായി മാവ് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് കവർ ചെയ്ത് ഓവർനൈറ്റ് നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് കണ്ടോ, രാവിലെ ഞാൻ എണീറ്റ് വന്ന് നോക്കിയപ്പോൾ എൻ്റെ മാവിൻ്റെ അവസ്ഥ കണ്ടോ. കലത്തിൽ നിന്നെല്ലാം തൂകി മാവെല്ലാം താഴെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം എൻ്റെ സ്റ്റീലിൻ്റെ കലത്തിൽ നിന്ന് മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനി ഞാൻ ചെയ്യുന്നത് ആദ്യം തന്നെ ഈ മാവിൽ നിന്ന് 1 തവി മാവ് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുവാണ്. നാളെ എനിക്ക് ദോശ ഉണ്ടാക്കണം. അപ്പോൾ ദോശയ്ക്ക് മാവ് അരയ്ക്കുമ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് 1 തവി മാവെടുത്ത് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഒരു ദോശക്കല്ല് ചൂടാകാനായിട്ട് വെച്ച്, ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പം എണ്ണ വേണമെങ്കിൽ തൂക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ച് ആ ദോശക്കല്ലിൻ്റെ ചൂടൊന്ന് ബാലൻസായി കഴിയുമ്പം 1-2 തവി മാവ് ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് പരത്തി കൊടുക്കാം. ഇല്ലെങ്കിൽ പരത്തണ്ട, അങ്ങനെ തന്നെ നമുക്ക് മൂടി വെച്ച് നല്ല അപ്പം റെഡിയാകും. ഞാനൊന്ന് ലൈറ്റായിട്ട് ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 1 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം.
ഇപ്പോൾ കണ്ടോ നമ്മുടെ അപ്പത്തേലെല്ലാം നല്ല ഹോൾസ് വീണിട്ടുണ്ട്. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഹോൾസ് വീണ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ അപ്പം ഒന്ന് മൂടി വെക്കണം. മൂടി ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമ്മുടെ അപ്പം ഇവിടെ റെഡിയാകും. ഞാനിപ്പോൾ ഒരു 3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലെ തുറന്നപ്പം അപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അപ്പം എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പം എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യമെങ്കിലും മൈസൂർ പഴം ചേർത്ത് ഇതുപോലെ ഒന്ന് അപ്പം റെഡിയാക്കി നോക്കണേ. ഇനി നമുക്ക് ഇതിന് കോമ്പിനേഷനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കർണാടക സ്റ്റൈലിലെ മുട്ടക്കറിയുടെ റെസിപ്പി കണ്ടു നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി മുറിച്ച് അതിലേക്ക് തന്നെ അരയ്ക്കാൻ തന്നെ ചേർക്കുകയാണ്. പിന്നെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി നമ്മൾ അരയ്ക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം മല്ലിയിലൊക്കെ അരച്ച്, ഇതൊരു കർണാടക സ്റ്റൈലിൽ മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഇതിലേക്ക് 1.5 സ്പൂണ് മല്ലി ചേർക്കുന്നുണ്ട്. മല്ലിക്ക് പകരം മല്ലിപ്പൊടിയായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ പീസ് പട്ടയും ഒരു ചെറിയ ഗ്രാമ്പും. ഏലക്ക ചേർക്കേണ്ട, ഏലക്കയുടെ ഒരു കുത്തായിരിക്കും. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടി. ഞാനിപ്പം 1.5 സ്പൂണ് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പില ഇട്ട് കൊടുക്കണം ആദ്യമേ. എന്നിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് സവാള, അധികം വേണ്ട. നമ്മളിപ്പോൾ ഒരു സവാള മുറിച്ച് അതിന് പകുതി അരയ്ക്കാനെടുത്തു, പകുതി ഈ കറിയിലേക്ക് നമുക്ക് ഇപ്പോൾ വറവിനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. ഒത്തിരി നമ്മൾ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ലൈറ്റായിട്ട് വാടി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അരയ്ക്കാൻ നേരത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂട്ടി മസാല അരച്ചാൽ മതി. ഞാനിപ്പോൾ അതിൻ്റെ കൂടെ അരച്ചില്ലായിരുന്നു, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തത്. ഇനി ആ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മസാലയൊന്ന് നന്നായിട്ടൊന്ന് വറന്ന് കിട്ടണം. വറന്ന് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടണം. നമ്മൾ മസാലയൊക്കെ പച്ചയ്ക്കാണല്ലോ അരച്ചത്, ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ ഈ മസാല തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. കണ്ടോ, ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് ഇതുപോലെ വെന്തിട്ടുണ്ട്. ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണം അത്രയും വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു കറിയാണ്. അപ്പം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മളിപ്പം എത്രത്തോളം വേണോ അത്ര ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് ആ പച്ച മണമൊക്കെ മാറി അരപ്പൊന്ന് കുറുകി വരണം. ഇത് കണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ചൊന്ന് കുറുകി വരണം. തേങ്ങയൊക്കെ അരച്ചാണ്, അപ്പോൾ പെട്ടെന്നൊന്നും നമുക്കിത് കുറുകി കിട്ടും. എന്നിട്ടാണ് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് ഈ മുട്ടേനെ പൊട്ടിച്ച് ഈ ബൗളിലേക്ക് അങ്ങ് ഒഴിക്കണം. എന്നിട്ട് നല്ലപോലെ നമ്മുടെ ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കില്ല, ആ തിളച്ചുകൊണ്ടിരിക്കുന്ന മാവിലേക്ക് ഇതുപോലെ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 3 മുട്ടയും അത് തട്ടാത്ത പോലെ ഗ്യാപ്പ് വിട്ട് നമ്മൾ ഇതുപോലെ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് ഇളക്കാനില്ല, മൂടി വെച്ച് ഒരു 3 മിനിറ്റ് നമ്മളിത് വേവിക്കണം. 3 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് വേവിച്ച് അടിപൊളി മുട്ട